ശ്രീ എ കെ ഷാനിബ്, പാലക്കാടിനെ ഏറ്റവും നന്നായി ഈ പാനലിൽ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് താങ്കൾ. പാലക്കാട് CPM-നെ സംബന്ധിച്ച് അവർ 3-ാം സ്ഥാനത്തുള്ള ഇടമാണ്. പക്ഷെ നോക്കൂ, ഇവിടെ ഇപ്പോൾ വളരെ ഗുരുതരമായ ആരോപണമാണ് CPM നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി പ്രതിപക്ഷ നേതാവ് ആ ആരോപണം ഉന്നയിക്കുന്നു. ഇന്ന് കൂടുതൽ നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയുന്നു. KC വേണുഗോപാൽ പറയുന്നു സ്ഥാനാർത്ഥി പട്ടിക കണ്ടാൽ ഇതെവിടെയൊക്കെയാണ് ഡീലെന്ന് സാധാരണക്കാരന് വരെ മനസ്സിലാകുമെന്ന്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് 10 മണ്ഡലങ്ങളിൽ ഈ രീതിയിലുള്ള ഡീലുണ്ട് എന്നതാണ്. അതിന്റെ ഏറ്റവും ആദ്യത്തെ ഉദാഹരണം അവർ പുറത്തുവിട്ടിരിക്കുന്നത് പാലക്കാടാണ്. UDF വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള സ്ഥാനാർത്ഥിയാണ് നിങ്ങൾ നിർത്തിയിരിക്കുന്ന NMR എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫൈറ്റ് നടക്കുന്ന, BJP ജയിക്കാൻ സാധ്യതയുള്ള ഇടത്ത് എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരുന്നു എന്നൊരു സംശയം ആർക്കെങ്കിലും തോന്നിയാൽ കുറ്റം പറയാൻ പറ്റുമോ? എന്തൊരു വിഡ്ഢിത്തമാണ് ഇവർ പറയുന്നത് എന്ന് ഞാൻ ആലോചിക്കുകയാണ്. കാരണം ഇപ്പോ ഞാൻ കുറച്ച് വൈകിട്ടാണ് ഈ ചർച്ചയിലേക്ക് വന്നത്. ഇവിടെ ഇടതുപക്ഷത്തിന്റെ തൃത്താല LDF കൺവെൻഷനായിരുന്നു. ആ കൺവെൻഷനിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകളുടെ ആത്മവിശ്വാസത്തിന്റെ ആ ഒരു ആത്മവിശ്വാസം പകർന്നു കിട്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ചർച്ചയിലിരിക്കുന്നത്. ഇപ്പോ എനിക്ക് തോന്നുന്നു JS അഖിലാണ് അപ്പുറത്ത് കോൺഗ്രസിന് ഭാഗം പറയാൻ വേണ്ടി ഇരിക്കുന്നത്. പാലക്കാട് ഒരു ഡീലുണ്ട്. ആ ഡീൽ എന്ന് പറയുന്നത് ജനങ്ങളും അവിടുത്തെ LDF-ഉം തമ്മിലുള്ള ഡീലാണ്. ആ ഡീൽ എന്ന് പറയുന്നത് ഇന്ന് ബഹുമാന്യനായ പാലക്കാടിന്റെ സ്ഥാനാർത്ഥി, ഇടതുപക്ഷ സ്ഥാനാർത്ഥി, അദ്ദേഹം പറഞ്ഞൊരു വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ സത്യത്തിൽ അദ്ദേഹത്തെ എനിക്ക് പരിചയമുണ്ടെങ്കിലും അദ്ദേഹം ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയും എന്ന് പ്രതീക്ഷിച്ച ഒരാളല്ല. അദ്ദേഹം പറയാണ്, ഞാനൊരു പാലക്കാട്ടുകാരനാണ്, പാലക്കാട്ടുകാരെ പറ്റിച്ചിട്ട് ഞാനൊരു ഡീൽ ഉണ്ടാക്കുന്ന ആളല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എല്ലാവരും കേൾക്കും. അവിടെ മത്സരിക്കുന്നത് പാലക്കാടിന്റെ വികസനത്തിന് വേണ്ടിയും പാലക്കാടിന്റെ മുന്നേറ്റത്തിനും വേണ്ടിയാണ്. ഇവരെന്താണ് പറയുന്നത്? ഒരു മുസ്ലിം സ്ഥാനാർത്ഥി നിർത്തിയതാണോ നിങ്ങളുടെ പ്രശ്നം? എന്തൊരു രാഷ്ട്രീയ ധാർമ്മികതക്ക് നിരക്കാത്ത ഒരു ആരോപണമാണ്, ആക്ഷേപമാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 2 തവണ അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ, ഷാഫി പറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോ ഇവർ BJP-യുമായിട്ട് ഡീലുണ്ടാക്കിയിട്ടാണോ അവിടെ മത്സരിച്ചത്? ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് പാലക്കാട് ജയിക്കുക എന്നതിനപ്പുറത്ത് മറ്റൊരു അജണ്ടയും ഞങ്ങൾക്കില്ല. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ച്, ഞാൻ അടക്കമുള്ള പാലക്കാട്ട് UDF-ന്റെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിലാണ് ഞാൻ അടക്കമുള്ള നിരവധി ആളുകളെ ഈ പാർട്ടിയിൽ നിന്ന്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഞങ്ങൾക്ക് CPM അഭയം തന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എല്ലാവരും CPM-ഉമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളുടെയും കൂടിയാലോചനയ്ക്ക് ശേഷമാണ് അവിടെ പാലക്കാട് ഇടതുപക്ഷം ജയിക്കണം എന്ന ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതും ആ സ്ഥാനാർത്ഥി കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് നമ്മൾ കാണുകയാണ്. എന്താണ് അപ്പുറത്ത് സംഭവിക്കുന്നത്? ഇപ്പോ JS അഖിൽ തന്നെ പറഞ്ഞതുപോലെ പാലക്കാടിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ കുറിച്ച് അറിയാം. രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ്? അവിടെ BJP-ക്ക് സാധ്യതയുള്ള ഒരു നിയോജകമണ്ഡലമാണ്. ആ BJP-ക്ക് സാധ്യതയുള്ള ഒരു നിയോജകമണ്ഡലത്തിൽ രാഷ്ട്രീയം പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്താതെ എന്ത് ധാരണയുടെ പുറത്താണ് ഈ പറയുന്ന ഒരു സിനിമാ താരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പാടില്ലെന്നോ എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്ത് രാഷ്ട്രീയമാണ് പറയാനുള്ളത് എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ ചർച്ചയിൽ, ഒരു മാധ്യമ പരിപാടിയിൽ അദ്ദേഹം പറയുന്നത് കേട്ടു. ഒരു മാധ്യമത്തിൽ നടത്തിയ ഒരു സെമിനാറിൽ അദ്ദേഹം പറയുന്നത് കേട്ടു. അദ്ദേഹം നരേന്ദ്രമോദിയെ പോലും അംഗീകരിക്കുന്ന നിലയിലുള്ള പ്രസ്താവന നടത്തുന്ന ഒരാളാണ് ഈ പറയുന്ന UDF-ന്റെ സ്ഥാനാർത്ഥിയെ കടന്നു വന്നിരിക്കുന്നത്. അവിടെ ഈ പറയുന്നത് പോലെ ഉണ്ണി മുകുന്ദന്റെ ഒരു പോസ്റ്റിന് താഴെ, നരേന്ദ്രമോദിയുമായി ചേർന്നിരിക്കുന്ന ഒരു പോസ്റ്റിന് താഴെ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് കമന്റ് ഇട്ട ഒരാളാണ്. നിങ്ങൾ എന്ത് രാഷ്ട്രീയമാണ് പാലക്കാട് പറയാൻ പോകുന്നത്? ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയം കൃത്യമായി, ഞാനൊരു പാലക്കാട്ടുകാരനാണ്, പാലക്കാട്ടുകാരെ വഞ്ചിച്ച ഒരു നിലപാട് ഞാൻ എടുക്കില്ല എന്ന് പറയാൻ ആർജവമുള്ള ഒരു സ്ഥാനാർത്ഥി, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി ഞങ്ങൾ നിർത്തിയിരിക്കുന്നത് പാലക്കാട് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഡീലുണ്ട് എന്ന ആക്ഷേപം ആരാണ് ആദ്യം പറഞ്ഞത്? ഇവിടെ UDF-ഉം BJP-യും തമ്മിൽ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം വരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന, അതിനുശേഷം DCC ജനറൽ സെക്രട്ടറിയും KPCC മെമ്പറും ഒക്കെ ആയിട്ടുള്ള JS അഖിലിന്റെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള നുസൂർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഷാഫി പറമ്പിൽ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ആ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് പത്രസമ്മേളനം നടത്തി പറയുകയാണ് BJP-യും കോൺഗ്രസും തമ്മിൽ കൈ കോർത്തിരിക്കുന്നു. ഇന്ന് വാർത്താ സമ്മേളനം നടത്തി അത് ആവർത്തിക്കുകയും ചെയ്തു.
അതെ, അത് ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഞാൻ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അതിന് കൃത്യമായ തെളിവുകൾ, വെറുതെ കാടടച്ച് വെടിവെക്കുന്നത് പോലെ പറയുന്നതല്ല, കൃത്യമായ തെളിവുകൾ സഹിതം ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. നമുക്കറിയാം, പാലക്കാടും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലും എല്ലാ വർഗീയ സംഘടനകളുമായി ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു വഴിയിലൂടെ കൈകോർക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിൽ ആ പ്രദേശത്തുള്ള വർഗീയ സംഘടനകളുമായി കൈകോർത്ത് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ വർഗീയ സംഘടനകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ 10 വർഷം അധികാരത്തിൽ നിന്ന് മാറി നിന്നതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച യുഡിഎഫ് എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള കഠിന ശ്രമം അപ്പോൾ അവിടെ ഷാനിബ് നോക്കൂ, ഏത് തരത്തിലും അധികാരത്തിലേക്ക് തിരിച്ചെത്തണം എന്നതാണ് UDF ലക്ഷ്യമിടുന്നതെന്ന് താങ്കൾ തന്നെ സൂചിപ്പിച്ചു. ഈ മത്സരം എന്ന് പറയുന്നത് വളരെ ടൈറ്റ് ആയിരിക്കും എന്നതാണ് ഓരോ തരത്തിലുമുള്ള സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 57 സീറ്റ് LDFനെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന സാഹചര്യമുണ്ട്. ബാക്കി പിടിച്ചെടുക്കുക എന്നതാണ് ഇപ്പോഴുള്ള മുന്നിലുള്ള ലക്ഷ്യം. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഒരു സീറ്റ് പോലും വളരെ നിർണായകമാണ് ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഭരണം തീരുമാനിക്കുന്നതിൽ ഏറ്റവും നിർണായകമായിരിക്കുന്ന ഘട്ടത്തിൽ UDFനെ സംബന്ധിച്ച് എങ്ങനെയാണ് BJPക്ക് ഒരു സീറ്റ് നൽകിക്കൊണ്ടൊരു ഡീൽ സാധ്യമാവുക എന്നൊരു ചോദ്യമില്ലേ? അല്ല, തീർച്ചയായിട്ടും എന്നോടല്ലേ ചോദ്യം? അതെ അതെ, തീർച്ചയായിട്ടും. അത് നമുക്കറിയാലോ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന VD സതീശൻ ഗോൾവൽക്കറുടെ ഫോട്ടോക്ക് മുമ്പിൽ കൈകൂപ്പി നിന്ന് RSSന് വഴങ്ങിക്കൊടുത്ത ഒരാളാണ്. ഇത് പറയുന്നത് ഏതെങ്കിലും ഒരു പരിപാടിയിൽ അറിയാതെ പോയി അദ്ദേഹം പെട്ടെന്ന് അപ്രതീക്ഷിതമായി കടന്നു ചെന്ന് കൈകൂപ്പിയതല്ല. ഗോൾവൽക്കറുടെ ശതാബ്ദി ദിനാഘോഷത്തിന്റെ ഭാഗമായി അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി VD സതീശനെ ക്ഷണിക്കുകയാണ്. അപ്പൊ RSSുമായും BJP നേതാക്കളുമായും ഇവർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നതിന് ഒന്നാമത്തെ ഉദാഹരണമാണത്. ഇപ്പൊ KC വേണുഗോപാൽ, അദ്ദേഹം രാജ്യസഭാ സീറ്റ് BJPക്ക് താരത്തിൽ വെച്ച് കൊടുത്തിട്ടാണ് കേരളത്തിൽ വന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത്. ഇപ്പൊ ഒരാൾ പാർലമെന്റ് മെമ്പർ ആയാലും രാജ്യസഭാ മെമ്പർ ആയാലും സ്വാഭാവികമായി സംഭവിക്കുന്നത് എന്താണ്? RSSനെതിരെയുള്ള പോരാട്ടമാണ്, BJPക്കെതിരെയുള്ള പോരാട്ടമാണ് നടക്കുന്നത്. അപ്പൊ ആ പോരാട്ടം എന്തിനാണ്? അവിടെ കയ്യിലുള്ള രാജ്യസഭാ സീറ്റ് BJPക്ക് കൊടുത്തിട്ട് എങ്ങനെയാണ് പോരാട്ടം നടത്തുന്നത്? അപ്പോ നമുക്ക് ഒരു തെളിവുകൾ എടുത്ത് നമ്മൾ പരിശോധിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇവർ BJPയുമായിട്ടുള്ള ഡീലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായിട്ടുള്ളത്, നേമത്ത് സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള തൃശ്ശൂർ ആരോപിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള നിരവധി ആരോപണങ്ങളുണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയുന്നതിന് പകരം ഇവർ എല്ലാ തരത്തിലുമുള്ള വർഗീയതയുമായി ചേരാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. അത് പാലക്കാട്ടെ ജനങ്ങൾ തിരിച്ചറിയും. പാലക്കാടിനെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറയാം. പാലക്കാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ BJPക്ക് വിജയിക്കാനുള്ള സാധ്യത ഉണ്ടാകും എന്ന ഘട്ടത്തിൽ അവർ മതനിരപേക്ഷ ശക്തികളെ വിജയിപ്പിക്കാനുള്ള ഒരു കൂട്ടായ തീരുമാനമെടുക്കാറുണ്ട്. ആ കൂട്ടായ തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഷാഫി പറമ്പിൽ അവിടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്, രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലും ജയിക്കുന്നത് ആ ഘട്ടത്തിൽ തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, പാലക്കാട്ട് ജനിച്ചു വളർന്ന പാലക്കാട്ടെ ഓരോ മനുഷ്യർക്കും അറിയാവുന്ന നൂർ മുഹമ്മദ് റാവുത്തരുടെ മകനായിട്ടുള്ള NMR റസാഖ് എന്ന് പറയുന്ന പാലക്കാട്ടുകാരനായ ഈ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി അത് പാലക്കാട്ടുകാർ ഹൃദയത്തിൽ ഏറ്റെടുക്കും. ഇടതുപക്ഷ വോട്ടുകൾ NMR റസാഖിന് കിട്ടുന്നതോടൊപ്പം തന്നെ മറ്റു മതനിരപേക്ഷ വോട്ടുകൾ കൂടി അവിടെ എങ്ങനെയാണോ BJP പരാജയപ്പെടുത്തേണ്ടത് ആ പരാജയപ്പെടുത്താൻ ഈ പറയുന്ന മതനിരപേക്ഷ വോട്ടുകൾ കൂടി ഒരുമിച്ച് ചേർന്നാലാണ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയുക എന്ന രാഷ്ട്രീയ നിലപാടിലേക്ക് പാലക്കാട് എത്തിയിട്ടുണ്ട്. അത് ഈ ഏപ്രിൽ 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരുമ്പോൾ അത് തിരിച്ചറിയുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ശരി, അതാണ് പറയാനുള്ളത്. ശ്രീ A സജീവൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരുന്നതിന് മുൻപ് അനുരാജിലേക്ക് ഒരിക്കൽ കൂടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.